ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പ മണപ്പുറത്തെ പ്രധാന വേദിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ശബരിമല തന്ത്രി സംഗമത്തിന് തിരിതെളിച്ച് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് സംസാരിക്കുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മാനവ സൗഹൃദത്തിൻ്റെയും മതമൈത്രിയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന മഹാക്ഷേത്രമാണ് ശബരിമല എന്നെല്ലാവർക്കും അറിയാം. ആ ശബരിമലയുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളെ നേരിട്ട് കേൾക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പാ നദിയുടെ തീരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭിവന്ദനായ മന്നത്ത് പത്മനാഭനാണ്. മഹാന്മാരായ ആർ ശങ്കരനാരായണൻ എന്നിവരായിരുന്നു അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ. അതിനുശേഷം ഒട്ടേറെ മഹാരഥന്മാർ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിക്കുവാൻ, ശിരസ് നമിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ അയ്യപ്പ ഭക്തർ ഞങ്ങളിവിടെ എത്തുമ്പോൾ നിങ്ങൾ കേൾക്കണം, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ നയപരമായ ചില പ്രശ്നങ്ങളുണ്ട്, അതറിയണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് കേരളത്തിൻ്റെ സർക്കാർ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ പാസ്സാക്കി കൊണ്ടുവരുന്നത്. എത്രയോ വർഷക്കാലമായി ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് വിദൂര സ്വപ്നമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അത് ഹൈപ്പവർ കമ്മിറ്റി പാസ്സാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. 4 മാസങ്ങൾക്ക് മുമ്പ് മാസ്റ്റർ പ്ലാൻ പാസ്സായി. ആ മാസ്റ്റർ പ്ലാൻ അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ ഈ മാസ്റ്റർ പ്ലാൻ കൂടി അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഹൈപ്പവർ കമ്മിറ്റി തയ്യാറാക്കി, എഞ്ചിനീയറിംഗ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി, ഗവൺമെൻറ് പാസ്സാക്കി. പക്ഷേ ഇത് അനുഭവേദ്യമാകേണ്ടത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കാണ്. അപ്പോൾ ആ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയണം, അവരുടെ നിർദ്ദേശങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്നത് ഒരു പ്രകൃതി സൗഹൃദമായ സ്ഥലമാണ്. മറ്റുള്ള അമ്പലങ്ങളിൽ കിട്ടുന്നത് പോലെ കോൺക്രീറ്റ് സൗധങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്കാണ്. അപ്പോൾ ആ ഭക്തജനങ്ങളുടെ അഭിപ്രായം അറിയണം, അവരുടെ നിർദ്ദേശങ്ങൾ വേണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ശബരിമല എന്ന് പറയുന്നത് ഒരു പ്രകൃതി സൗഹൃദമായ സ്ഥലമാണ്. മറ്റുള്ള അമ്പലങ്ങളിൽ കിട്ടുന്നത് പോലെ കോൺക്രീറ്റ് സൗധങ്ങൾ ഇവിടെ കിട്ടാൻ കഴിയില്ല. പരിസ്ഥിതി സൗഹൃദമായ അതീവ എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡാണ്. ഇവിടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത പരിസ്ഥിതി സൗഹൃദമായ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളാണ് വരേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ലോകത്തിൽ വിവിധ മോഡലുകളുണ്ട്. അതെല്ലാം ഇവിടെ പറയുവാനുള്ള അവസരം നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? തുടക്കമായിരിക്കുകയാണ്. പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ പ്രസിഡന്റ് പ്രശാന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിനിധികളുണ്ട്. എങ്ങനെയാണ് ക്രൗഡ് മാനേജ്മെന്റ് നന്നായി നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ള ഡിസ്കഷൻ ഇവിടെ നടക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ഏത് ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചും പിൽഗ്രിം ടൂറിസം വളരെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കും. മാസ്റ്റർ പ്ലാനുമായി ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അങ്ങനെ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ സാധാരണ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ ഒപ്പീനിയൻ എടുത്ത് അത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു കൺസെപ്റ്റായി വേൾഡ് ലിറ്റററി ഫംഗ്ഷനിൽ ദേവസ്വം ബോർഡ്, ബഹുമാനായ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവതരിപ്പിക്കും. അതിനുശേഷം എല്ലാവരും കൂടി ആലോചിച്ച് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രശ്നം, ദേവസ്വം ബോർഡ് ഇത് നടത്തുകയാണ്, സർക്കാരിൻ്റെ സഹായം എന്തിനാണ് എന്നാണ് ചോദ്യം.
ഞാൻ ചോദിക്കട്ടെ, സർക്കാരിൻ്റെ സഹായമില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം. ചരിത്രത്തിൽ എത്രയോ കാലങ്ങളായി എല്ലാ കാര്യങ്ങളും നടത്തി നിർവഹിച്ചു കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ സഹായിക്കുന്ന സംവിധാനമാണ് സർക്കാർ സംവിധാനം. കഴിഞ്ഞ പ്രാവശ്യം 54 ലക്ഷം പേർ വന്നു. ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ നമുക്ക് ആ ശബരിമല മണ്ഡലമടക്ക മഹോത്സവം സംഘടിപ്പിക്കുവാൻ സാധിച്ചു. 2 തവണയാണ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചത്. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ദർബാർ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്ര തവണയാണ് അവലോകന യോഗം വിളിച്ചതെന്ന് എനിക്കറിയില്ല. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടുകൂടി 30-35 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം നടത്തുവാൻ വേണ്ടി എല്ലാവരുടെയും, ഗവൺമെൻറ്റിൻ്റെയും വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും മികച്ച സംഘടനാ വൈഭവം കൊണ്ടാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിച്ചത്. മാത്രമാണോ, ആ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഏതാണ്ട് 14,000 ഉദ്യോഗസ്ഥർ, ആ 14,000 ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെ 14,000 ഉദ്യോഗസ്ഥരുടെ 70 ദിവസത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും വിനിയോഗിക്കപ്പെടുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ്. ശബരിമല ഇടത്താവളത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഗവൺമെൻറ് ചെലവഴിക്കുന്നത്? ഇങ്ങോട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, അങ്ങനെ എല്ലാം സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.